ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ കേരളവുമായി ബന്ധപ്പെട്ട ആദ്യ ചോദ്യം എന്ന് പറയുന്നത് നെഹ്റു സെക്യുലർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. നാലാമത് നെഹ്റു സെക്യുലർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം മുൻ KPCC പ്രസിഡന്റായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഉത്തരം. മുൻ KPCC പ്രസിഡന്റായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് നാലാമത് നെഹ്റു സെക്യുലർ അവാർഡിന് അർഹനായത്. അടുത്തത് 2024 വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ലഭിച്ച അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ അബ്ദുറഹ്മാൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് എഴുത്തുകാരനായിട്ടുള്ള ടി പത്മനാഭനാണ് ഉത്തരം. ടി പത്മനാഭൻ ഉത്തരം. അടുത്ത ചോദ്യം IV ദാസ് പുരസ്കാരം ലഭിച്ചതാര്? IV ദാസ് പുരസ്കാരം ലഭിച്ചതാർക്ക് എന്നതാണ് ചോദ്യം. IV ദാസ് പുരസ്കാരം ലഭിച്ചത് M ലീലാവതിക്കാണ്. M ലീലാവതിക്കാണ് IV ദാസ് പുരസ്കാരം ലഭിച്ചത്. ഇനി കേരളത്തിലെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ്. PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം പൊൻകുന്നം സെയ്ദ് ആണ് ഉത്തരം. പൊൻകുന്നം സെയ്ദ്. ഇനി ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം ലഭിച്ച മലയാളി. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം ലഭിച്ച മലയാളി ആര് എന്നതാണ് ചോദ്യം. ഉത്തരം പ്രൊഫസർ മഹ്മൂദ് കുര്യ. പ്രൊഫസർ മഹ്മൂദ് കുര്യ ആണ് ഉത്തരം. അടുത്തത് സയൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ 1 മിനിറ്റുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സർവോദയ സെൻട്രൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ആര് എന്നാണ് ചോദ്യം. ഒന്നും കൂടെ ചോദ്യം പറയാം. പീരിയോഡിക് ടേബിളിലെ പട്ടികയിലെ മൂലകങ്ങളിൽ 1 മിനിറ്റുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സർവോദയ സെൻട്രൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പേരാണ് ദിതി എസ് നായർ. ദിതി എസ് നായർ ആണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം ലഭിച്ച സിനിമ ഏത് എന്നാണ് ചോദ്യം. 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം ലഭിച്ച സിനിമ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ബ്ലസി സംവിധാനം ചെയ്തിട്ടുള്ള ആട് ജീവിതം ആണ് ഉത്തരം. ആട് ജീവിതമാണ്. പ്രഥമ PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ച ജ്ഞാനപീഠ ജേതാവ് ആര് എന്നാണ് ചോദ്യം. മുൻ ജ്ഞാനപീഠ ജേതാവ് കൂടിയിട്ടുള്ള ദാമോദർ മൗസോയാണ് ഉത്തരം. ദാമോദർ മൗസോയാണ് ഉത്തരം. ഇനി 2024 വർഷത്തെ കേസരി സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത് 2024 വർഷത്തെ കേസരി സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത് നാടക നടിയായിട്ടുള്ള നിലമ്പൂർ ആയിഷയാണ് ഉത്തരം. നിലമ്പൂർ ആയിഷ. അടുത്തത് പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം ലഭിച്ചത് ആർക്ക്? പ്രഥമ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം കാലിക്കറ്റ് FC ആണ്. കാലിക്കറ്റ് FC ആണ് ഉത്തരം. ഫൈനലിൽ ഫോർസ കൊച്ചിയാണ് അവർ തോൽപ്പിച്ചത്. ഫോർസ കൊച്ചിയാണ് അവർ തോൽപ്പിച്ചത്. കാലിക്കറ്റ് FC ഉത്തരം. ഇനി സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യന്മാരായവർ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യന്മാരായത് മലപ്പുറമാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യന്മാരായത് മലപ്പുറമാണ് ഉത്തരം. ചാമ്പ്യൻ സ്കൂളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാടാണ് സ്കൂൾ ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യാന്തര ഫെഡറേഷൻ്റെ ഏറ്റവും നല്ല ഹോക്കി ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. പല ചോദ്യങ്ങളും മുമ്പ് ആവർത്തിച്ചിട്ടുള്ളതാണ്. PR ശ്രീജേഷ് ആണ് ഉത്തരം. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് തെളിമ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ പേരാണ് സീ പ്ലെയിൻ പദ്ധതി. സീ പ്ലെയിൻ പദ്ധതിയാണ് ഉത്തരം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 24/7 കോടതി നിലവിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയെന്നാണ് ചോദ്യം. 24/7 7 ഡേയ്സിൽ 24 hours പ്രവർത്തിക്കുന്ന കോടതി
പ്രവർത്തനം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊല്ലമാണ് 24/7 കോടതി പ്രവർത്തിച്ചു തുടങ്ങിയത്. 24/7 ഓൺലൈൻ കോടതി പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും നല്ല സമുദ്രബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം. ഇന്ത്യയിലെ ഏറ്റവും നല്ല സമുദ്രബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. ജില്ലയായി കൊല്ലം ജില്ലയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി 2024 വർഷത്തെ അക്ഷര പുരസ്കാരം നേടിയത് 2024 വർഷത്തെ അക്ഷര പുരസ്കാരം നേടിയതാര് എന്നാണ് ചോദ്യം. 2024 വർഷത്തെ അക്ഷര പുരസ്കാരം നേടിയതാര്? ഉത്തരം എം മുകുന്ദനാണ്. ഉത്തരം. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം 2023 JC ഡാനിയൽ പുരസ്കാരമാണ് 2024 കൊടുക്കുന്നത്. ചലച്ചിത്ര രംഗത്തെ ആവിഷ്കാര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഉത്തരം സംവിധായകൻ ഷാജി എൻ കരുണാണ് JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത്. ഷാജി എൻ കരുൺ. അതിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും PhD പ്രവേശനം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ ആര് എന്നാണ് ചോദ്യം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷിദ ഋതുവാണ് ഉത്തരം. റഷിദ ഋതുവാണ് ഉത്തരം. ഇനി രണ്ടാമതായിട്ട് KT കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത് KT കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം പ്രൊഫസർ M ലീലാവതിക്കാണ് കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ചത്. ഇനി തോപ്പിൽ ഭാസി ഫൗണ്ടേഷന് തോപ്പിൽ ഭാസി അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. തോപ്പിൽ ഭാസി ഫൗണ്ടേഷന് തോപ്പിൽ ഭാസി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. ഇനി അടുത്തതായിട്ട് 5 ലക്ഷം രൂപയുടെ JD ബിർള അവാർഡ് ഫോർ ഫൗണ്ടേഷൻ സയൻറ്റിഫിക് റിസർച്ചിന് അർഹനായത് പ്രൊഫസർ സുബി ജേക്കബ് ജോർജ് ആണ് ഉത്തരം. അടുത്തത് കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ കലാനിധി പുരസ്കാരങ്ങൾ ലഭിച്ചതാർക്ക് എന്നാണ് ചോദ്യം. ചോദ്യങ്ങളിൽ കൂടി കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ കലാനിധി പുരസ്കാരങ്ങൾ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കും രവി മേനോനുമാണ്. പ്രഭാവർമ്മ ആൻഡ് രവി മേനോൻ ഈ 2 പേർക്കാണ് കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ കലാനിധി പുരസ്കാരങ്ങൾ ലഭിച്ചത്. സിസ്റ്റർ ബെനീഞ്ഞ സാംസ്കാരിക വേദിയുടെ സിസ്റ്റർ ബെനീഞ്ഞ പുരസ്കാരം ലഭിച്ചതും പെരുമ്പടവം ശ്രീധരൻ തന്നെയാണ്. തോപ്പിൽ ഭാസി ഫൗണ്ടേഷന് തോപ്പിൽ ഭാസി അവാർഡ് ലഭിച്ചതും പെരുമ്പടവം ശ്രീധരൻ തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം, P കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം ലഭിച്ചത്. P കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനും. MPS നമ്പൂതിരി ആൻഡ് MP സുരേന്ദ്രൻ എന്നിവർക്കാണ് കളിയച്ചൻ പുരസ്കാരം ലഭിച്ചത്. ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ P കുഞ്ഞിരാമൻ സ്മാരക കളിയച്ചൻ പുരസ്കാരം എന്നാണ് ആ പുരസ്കാരം അറിയപ്പെടുന്നത്. ഇനി 2024 വർഷത്തെ ക്രോസ് വേർഡ് അവാർഡ് ലഭിച്ചത്. 2024 വർഷത്തെ ക്രോസ് വേർഡ് അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം മലയാളിയായ സഹറു നുസൈവയ്ക്കാണ്. കണ്ണനാരിയുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിൻ്റെ വിമർശന നോവലിനാണ് ഈ വർഷത്തെ ക്രോസ് വേർഡ് അവാർഡ്. അടുത്തത് ഭാരതമുനി ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഭാരതമുനി ദേശീയ പുരസ്കാരം ലഭിച്ചത് ഒഡീഷയിലെ ഭാരതമുനി ഫൗണ്ടേഷൻ്റെ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഭാരതമുനി പുരസ്കാരം. ആ ഭാരതമുനി പുരസ്കാരം ലഭിച്ചത് സൂര്യ കൃഷ്ണമൂർത്തിക്കാണ് ഭാരതമുനി പുരസ്കാരം ലഭിച്ചത്. സൂര്യ കൃഷ്ണമൂർത്തി. ഇനി അടുത്ത ചോദ്യം, ഗോവയിൽ അരങ്ങേറുന്നത് എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്നതാണ് ചോദ്യം. ഗോവയിൽ അരങ്ങേറുന്നത് എത്രാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 95ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് ഗോവയിൽ അരങ്ങേറുന്നത്. അടുത്തത് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ, അതുപോലെ ദ ഓർഡർ ഓഫ് എക്സലൻറ്റ് പ്രസിഡന്റ് ഇർഫാൻ അലിയാണ് കൊടുത്തത്. അതുപോലെ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ ഗയാനയുടെ ബഹുമതിയാണ്. ഇത് 3 ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ CAG നിയമിക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം.
ഇന്ത്യയുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയി നിയമിക്കപ്പെട്ടത് കെ സഞ്ജയ് മൂർത്തിയാണ്. ഇന്ത്യയുടെ CAG ആയി നിയമിക്കപ്പെട്ടത് കെ സഞ്ജയ് മൂർത്തി. JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം ഉപമന്യു ചാറ്റർജിയാണ് ഉത്തരം. ഉപമന്യു ചാറ്റർജിയാണ് ഉത്തരം. അദ്ദേഹത്തിന് ലോറൻസ് ഓഫ് സെർച്ചസ് ഓഫ് ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് സമ്മാനം ലഭിച്ചത്. ഇനി അടുത്തത് ജാർഖണ്ഡിന് 14ാമത് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജാർഖണ്ഡിൻ്റെ 14ാമത് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹേമന്ത് സോറൻ. 2024 വർഷത്തെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. 2024 വർഷത്തെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം മനുഷ്യാവകാശ പ്രവർത്തനമായിട്ടുള്ള മിഷേൽ ബാച്ചിലേക്കാണ് ഈ വർഷത്തെ ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത്. മിഷേൽ ബാച്ചിലെ. ഇനി RBIയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത്. RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായി നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. മൽഹോത്രയാണ് ഉത്തരം. സഞ്ജയ് മൽഹോത്രയാണ് ഉത്തരം. RBIയുടെ 26ാമത് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജയ് മൽഹോത്രയാണ്. ഇനി മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദേവേന്ദ്ര ഫട്നാവിസ്. ഇനി ചെന്നൈയിലും പുതുച്ചേരിയിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് അറിയപ്പെടുന്നത്. ചെന്നൈയിലും പുതുച്ചേരിയിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന പേര് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റാണ് ഉത്തരം. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്ന പേര്. 2 പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട്. ആ സാങ്കേതിക വിദ്യയുടെ പേര് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം സ്പെയ്ഡെക്സ്. സ്പെയ്ഡെക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര്. വിജയകരമായി പരീക്ഷിച്ച ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് പ്രോബ 3 ആണ്. പ്രോബ 3 ആണ് ഉത്തരം. സൂര്യൻ്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ള പ്രഭാവലയമായ കൊറോണറി പാളിയെപ്പറ്റിയുള്ള ലക്ഷ്യമിടുന്നതാണ് പ്രോബ 3 ദൗത്യം. ഇനി ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലിൻ്റെ പേര്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലിൻ്റെ പേര് INS തുശീൽ ആണ് ഉത്തരം. INS തുശീൽ ആണ് ഉത്തരം. ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച അത്യാധുനിക ചാവേർ ഡ്രോൺ ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച അത്യാധുനിക ചാവേർ ഡ്രോണിൻ്റെ പേര് ഏതാണെന്ന് ചോദ്യം. ഉത്തരം ഖർഗ എന്നാണ് ഉത്തരം. ഇനി ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പ്. ഗൂഗിൾ വികസിപ്പിച്ച കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും അതിവേഗ ചിപ്പിൻ്റെ പേര്. ഉത്തരം വില്ലോ ആണ്. വില്ലോ ആണ് ഉത്തരം. വില്ലോ. ഇനി 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ചിത്രം. 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ചിത്രം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ദ കുംഭയ സ്റ്റോറി. ദ കുംഭയ സ്റ്റോറിയാണ്. അത് സംവിധാനം ചെയ്തത് നിവേദിത ബാനർജിയാണ്. അത് സംവിധാനം ചെയ്ത് ദ കുംഭയ സ്റ്റോറി. ഇനി അടുത്തത് ലോകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിനകത്തെ ചോദ്യം 2024 വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. 2024 വർഷത്തെ വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ തീൽ വിഗ്. മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകൾ. മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളുടെ പേര് ഏതാണ് ചോദ്യം. സോബി ഡ്രോൺ ആണ് ഉത്തരം. സോബി ഡ്രോൺ. പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവരുടെ വിവരം ശേഖരിക്കാൻ വേണ്ടി മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ. അടുത്തത് ലോക മത പാർലമെൻറ്റ് നടക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം. ലോക മത പാർലമെൻറ്റ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വത്തിക്കാനാണ്. നവംബർ 29, 30 അതുപോലെ ഡിസംബർ 1 തീയതികളിലാണ് ലോക മത പാർലമെൻറ്റ് സമ്മേളനം നടന്നത്. ഇനി അടുത്ത ചോദ്യം
2024 നാലാമത്തേതും അവസാനത്തേതുമായ സൂപ്പർ മൂൺ നവംബർ 16 ആകാശത്ത് കാണാനായി. അത് അറിയപ്പെടുന്ന പേര് ഏതെന്നാണ് ചോദ്യം. 2024 നാലാമത്തെയും അവസാനത്തെയും സൂപ്പർ മൂൺ അറിയപ്പെടുന്ന പേര് ബീവർ മൂൺ എന്നാണ്. ബീവർ മൂണാണ് ഉത്തരം. 2024 നാലാമത്തെയും അവസാനത്തെയും സൂപ്പർ മൂൺ അറിയപ്പെടുന്ന പേര് ബീവർ മൂൺ എന്നാണ്. ഇനി 2024 വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ച ഹോങ്കോങ് സംവിധായകയും നടിയും ആയ ആര് എന്നാണ് ചോദ്യം. IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ച ഹോങ്കോങ് സംവിധായക. ഉത്തരം ആൻ ഹ്യൂ ആണ്. ആൻ ഹ്യൂ ആണ് ആ സംവിധായകയും നടിയുമായ ആൻ ഹ്യൂ ആണ് ഉത്തരം. ഇനി കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് സംവിധായക ആര് എന്നാണ് ചോദ്യം. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ച സംവിധായക ആര് എന്നാണ് ചോദ്യം. ഉത്തരം പായൽ കപാടിയാണ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൻ്റെ സംവിധായികയാണ് പായൽ കപാടി. ഇനി നാസയുടെ പുതിയ മേധാവിയായി ട്രംപ് നാമനിർദ്ദേശം ചെയ്ത ആര് എന്നാണ് ചോദ്യം. നാസയുടെ പുതിയ മേധാവിയായി ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ജാരത് ഐസക്മാൻ. ജാരത് ഐസക്മാൻ ആണ് ഉത്തരം. ജാരത് ഐസക്മാൻ. ഇനി സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിതനായത്. സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിതനായത് മുഹമ്മദ് അൽ ബഷീർ. മുഹമ്മദ് അൽ ബഷീറാണ് ഉത്തരം. ഇനി 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് ആണ് ഉത്തരം. ഇനി ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക. ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക അറിയപ്പെടുന്നതിനാണ് ജെമിനി 2.0 ആണ് ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും നിർമ്മിത ബുദ്ധി മാതൃക. ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ജെമിനി 2.0. ഇനി ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. ഐഎൻഒയുടെ ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിൽ. ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എത്രയെന്നാണ് ചോദ്യം. T20 ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ ഇന്ത്യ സ്വന്തമാക്കിയുണ്ടായി 283 എന്നതാണ് ആ സ്കോർ. 283. രണ്ടാം വിക്കറ്റിൽ ഉയർന്ന സ്കോർ റൺസ് സ്വന്തമാക്കിയ റെക്കോർഡിട്ടത് ഒരു കലണ്ടർ വർഷം 2020 3 സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ് സഞ്ജു വി സാംസൺ. രണ്ടാം വിക്കറ്റിൽ 218 റൺസ് ലോക റെക്കോർഡാണ്. തിലക് വർമ്മയും സഞ്ജു വി സാംസണും ചേർന്നാണ് 218 റൺസ് നേടിയത്. ഇനി 2020 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2020 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറികൾ നേടുന്ന ലോകത്തെ ആദ്യ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിലക് വർമ്മയാണ്. തിലക് വർമ്മയാണ് ഇന്ന് വിളിക്കാനായിട്ടുള്ള തിലക് വർമ്മയാണ് 2020 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമായി മാറിയത്. ഇനി ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി വനിതാ കിരീടം നേടിയത്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏഷ്യൻ വനിതാ ട്രോഫി ചാമ്പ്യൻസ് കിരീടം നേടിയത് ഇന്ത്യ. ഇനി ലോക ചെസ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആര് എന്നാണ് ചോദ്യം. ലോക ചെസ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഡി ഗുകേഷ് ആണ് ഉത്തരം. ഡി ഗുകേഷ്. ഗുകേഷ് എന്ന ഡി ഗുകേഷ്. ഇനി 2034 ലോകകപ്പ് ഫുട്ബോൾ വേദി ഏതെന്നാണ് ചോദ്യം. 2034 ലോകകപ്പ് ഫുട്ബോൾ വേദി ഏതെന്ന ചോദ്യം. ഉത്തരം സൗദി അറേബ്യയാണ്. 2034 ലോകകപ്പ് ഫുട്ബോൾ വേദി സൗദി അറേബ്യ. അടുത്തത് ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ന്യൂസിലൻഡ് താരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ന്യൂസിലൻഡ് താരം കെയ്ൻ വില്യംസൺ. കെയ്ൻ വില്യംസൺ ആണ് ഉത്തരം. അടുത്തത് സയ്യിദ് മോദി ബാഡ്മിൻ്റൺ സൂപ്പർ സീരീസ് ടൂർണമെൻറ്റ് കിരീടം നേടുന്ന ഇന്ത്യൻ താരങ്ങൾ. സയ്യിദ് മോദി ബാഡ്മിൻ്റൺ സൂപ്പർ സീരീസ് ടൂർണമെൻറ്റിൽ കിരീടം ചൂടിയ ഇന്ത്യൻ താരങ്ങൾ PV സിന്ധു,
ലക്ഷ്യ സെന്നുമാണ് ഉത്തരം. പി വി സിന്ധു, ലക്ഷ്യ സെന്നുമാണ് ഉത്തരം. വനിതാ ഡബിൾസിൽ മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദ് ചേർന്ന സഖ്യവും ജേതാക്കളായി. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി നിയമിതനായത്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായി നിയമിതനായത് ഉത്തരം ജയ്ഷാണ് ഉത്തരം. ഇനി സയ്യിദ് മുഷ്താഖ് അലി 2020 ക്രിക്കറ്റിൽ 20 ഓവറിൽ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് റെക്കോർഡിട്ട ടീം ഏത് എന്നാണ് ചോദ്യം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം ഏതെന്ന് ചോദിച്ചാൽ ബറോഡ ടീമാണ്. 20 ഓവറിൽ 349 റൺസാണ് അടിച്ചു കൂട്ടിയത്. 20 ഓവർ 349 റൺസ് നേടിയ ടീമാണ് ബറോഡ ടീം. ഗാംബിയക്കെതിരെ സിംബാബ്വെ നേടിയ 20 ഓവറിൽ 344 റൺസാണ് റെക്കോർഡാണ് പഴങ്കഥയത്. ഇനി 2024 വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബെലാറസിൻ്റെ ആര്യാന സബലേങ്കയാണ്. ബെലാറസിൻ്റെ ആര്യാന സബലേങ്കയാണ് ഉത്തരം. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ കിരീടം നേടിയ മലയാളി താരം. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ കിരീടം നേടിയ മലയാളി താരം നിഹാൽ സരിനാണ് ഉത്തരം. നിഹാൽ സരിൻ. ഇനി അടുത്തത് പ്രധാന നിര്യാണങ്ങളെക്കുറിച്ചാണ്. അതിൽ SM കൃഷ്ണ ബന്ധപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കർണാടക മുൻ മുഖ്യമന്ത്രി, മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയും കൂടിയായിരുന്നു SM കൃഷ്ണ. MR ചന്ദ്രശേഖർ ബന്ധപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായിരുന്നു ചെമ്പക്കാവ് പ്രൊഫസർ MR ചന്ദ്രശേഖർ. MDR രാമചന്ദ്രൻ ബന്ധപ്പെട്ട മേഖല. MDR രാമചന്ദ്രൻ ബന്ധപ്പെട്ട മേഖല പുതുച്ചേരി മുൻ മുഖ്യമന്ത്രിയായിരുന്നു MDR രാമചന്ദ്രൻ. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രിയാണ് MDR രാമചന്ദ്രൻ. ഇനി ഉമാദാസ് ഗുപ്ത ബന്ധപ്പെട്ട മേഖല സിനിമയാണ്. സത്യജിത് റേയുടെ പ്രശസ്ത ചലച്ചിത്രം പതേർ പാഞ്ചാലിൽ ദുർഗയെ അനശ്വരയാക്കിയ നടിയാണ് ഉമാദാസ് ഗുപ്ത. ഇനി ഓംചേരി NN പിള്ള ബന്ധപ്പെട്ട മേഖല സാഹിത്യകാരനും നാടകൃത്തുമാണ് ഓംചേരി NN പിള്ള. ഇനി വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയ അദ്ദേഹം കൈതക്കൽ മന ജാതവേദൻ നമ്പൂതിരിയാണ്. കൈതക്കൽ മന ജാതവേദൻ നമ്പൂതിരിയാണ് അദ്ദേഹം വന്നിരിക്കേണ്ടത്. വീരകേരളമാണ് അദ്ദേഹത്തിൻ്റെ മഹാകാവ്യം. അടുത്തത് കവിയൂർ PN നാരായണ ചാക്യാർ. കവിയൂർ PN നാരായണ ചാക്യാർ പ്രശസ്ത കൂത്ത് കലാകാരനാണ് കവിയൂർ PN നാരായണ ചാക്യാർ. ഇനി ബ്രൈറ്റൻ ബൈറ്റ് ബാക്ക്. ഇത്രയുമാണ് ഡിസംബർ മാസത്തെ പ്രധാന ചോദ്യങ്ങൾ. നന്ദി, നമസ്കാരം.